വീണ്ടും ലോകം മറ്റൊരു യുദ്ധ സാഹചര്യത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചകളാണ് കാണാൻ പോകുന്നതും. ഇസ്രായേലിനെ ആക്രമിക്കാൻ ഒരുങ്ങുകയാണ് ഇറാൻ. തെക്കൻ മധ്യഭാഗങ്ങളിൽ ആക്രമണം നടത്താനാണ് സാധ്യത. ഇസ്രായേൽ പ്രതിരോധം ശക്തമാക്കി കഴിഞ്ഞു. അതേസമയം ആക്രമണത്തിന് മുതിരരുത് എന്ന അമേരിക്ക ഇറാന് മുന്നറിയിപ്പ് നൽകി. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ഉണ്ട്. ഐസൻ, വീണ്ടും പശ്ചിമേഷ്യ പുകയുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. ഒപ്പം ഇറാന് ശക്തമായ മുന്നറിയിപ്പും അമേരിക്ക നൽകിയിട്ടുണ്ട്. നിലവിലത്തെ സാഹചര്യങ്ങൾ എങ്ങനെ? തീർച്ചയായും രജനി, ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിനുള്ള സാധ്യത 48 മണിക്കൂറിനുള്ളിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേക്കാം, അല്ലെങ്കിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടേക്കാം എന്നൊരു സൂചനയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാം തന്നെ നൽകിയത്. അത് ഇന്നലെയാണ് ഇത്തരത്തിലൊരു സൂചനകൾ പുറത്തു വന്നത്. ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം എന്ന് ഉദ്ദേശിക്കുന്നത് ഏപ്രിൽ 1-ാം തീയതി സിറിയയിലെ ഡമാസ്കസിലെ ഇറാന്റെ എംബസിക്ക് നേരെയുണ്ടായ ഇസ്രായേലിന്റെ ആക്രമണമായിരുന്നു. ഈ ആക്രമണത്തിൽ പ്രകോപിതരായതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം വഴിവെച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാനുള്ള അടിസ്ഥാന കാരണം ഹിസ്ബുള്ള, അതായത് ലെബനനിലെ ഹിസ്ബുള്ളയും ഹമാസും അതുപോലെ തന്നെ ഹൂതി വിമതർക്കും എല്ലാം തന്നെ ആയുധങ്ങളും അതുപോലെ മറ്റു യുദ്ധ സൗകര്യങ്ങളും, അതായത് പണമായും മറ്റു സൗകര്യങ്ങളായും ലഭ്യമാക്കുന്നത് ഇറാനാണ് എന്നൊരു ആരോപണം തുടർച്ചയായി ഇസ്രായേൽ ആരോപിക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. മാത്രമല്ല ഇസ്രായേലിലെ ബന്ദികളുടെ മോചനം സംബന്ധിച്ച് ഹമാസിന്റെ തീരുമാനം വൈകുന്നതിന്റെ കാരണവും ഈ ഇറാന്റെ പിന്തുണയിലാണ്, അല്ലെങ്കിൽ ഇറാന്റെ പ്രേരണയിലാണ് എന്നൊരു ആരോപണവും ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ രണ്ട് പ്രശ്നങ്ങളുടെയും പശ്ചാത്തലത്തിൽ കൂടിയാണ് ഹമാസ് നേതാവായ ഇസ്മായിലിന്റെ 3 മക്കൾ കൊല്ലപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായത്. ഇസ്മായിൽ ഹനിയയുടെ 3 മക്കൾ കൊല്ലപ്പെട്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായത്. ഇത്തരത്തിലല്ല, അതായത് ഇറാൻ പിന്തുണയ്ക്കുന്ന ഭീകരവാദ സംഘടനകളെല്ലാം തന്നെ ഒരു പ്രതിരോധത്തിലാകുന്ന സാഹചര്യം ഉണ്ടാവുകയും ഇറാനെതിരെ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ സംഘർഷം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നത്. അതേസമയം ഈ സംഘർഷത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഇസ്രായേലിനെ എന്നും പിന്തുണയ്ക്കുന്ന അമേരിക്ക വളരെ കർശനമായ നിലപാട് ജോ ബൈഡന്റെ ഭാഗത്ത് നിന്ന് നേരത്തെ രജനി പറഞ്ഞതുപോലെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണത്തിനെ ഇറാൻ മുതിരുകയാണെങ്കിൽ അത് പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന നിലപാടാണ്. മാത്രമല്ല അമേരിക്ക പോലും പിന്തുണ നൽകി UN സെക്യൂരിറ്റി കൗൺസിലിലെ 14 അംഗങ്ങളുടെ വോട്ടുകൾ ഉൾപ്പെടെ നേടി ഇസ്രായേൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടക്കുമ്പോൾ ഇസ്രായേൽ ഗാസ വിഷയത്തിൽ ഇറാൻ 48 മണിക്കൂറിനുള്ളിൽ ആക്രമണം നടത്തിയേക്കുമെന്ന് റിപ്പോർട്ട്. അതീവ ജാഗ്രതയിൽ തന്നെയാണ് ഇസ്രായേൽ. ഒപ്പം ആക്രമണം നടത്തിയാൽ ശക്തമായ പ്രതിരോധം ഉണ്ടാകുമെന്നും ഇസ്രായേലിനെ സഹായിക്കുമെന്നും പറഞ്ഞുകൊണ്ട് US രംഗത്തെത്തിയിരിക്കുകയാണ്. ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്.